ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയിൻ സീൻസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡാണ്. ആനിമിസാക്കല് സത്യം പറഞ്ഞാൽ സൂപ്പർ കൺമണി ആരാധകർക്ക് വേണ്ടി പ്രത്യേകം അവരൊരു സ്പെഷ്യൽ ട്വിസ്റ്റൊക്കെ വെച്ച് ഇറക്കിയിരിക്കുന്ന ഒരു എപ്പിസോഡാണ്. എല്ലാവരും കാത്തിരുന്ന അല്ലെങ്കിൽ കാണാൻ വേണ്ടി ഇങ്ങനെ ആറ്റുനോറ്റിരുന്ന ഒരു സീനൊക്കെ വരുന്ന എപ്പിസോഡാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കാടാണെങ്കിൽ പല പല സന്ദർഭങ്ങൾ ഇങ്ങനെ നമ്മുടെ കൺമണിക്കും കൃഷ്ണമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവരുടെ ഇടയിലുള്ള ആ ഒരു വികാരം അവർ തിരിച്ചറിയാനായിട്ട്. അങ്ങനെ മണ്ടിയായ കൺമണി അതൊന്നും തിരിച്ചറിയത്തില്ലെങ്കിലും നമ്മുടെ ബുദ്ധിമാനായ കൃഷി അതൊക്കെ തിരിച്ചറിഞ്ഞ് അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ആ രീതിയിൽ തന്നെ. അങ്ങനെ കൃഷി മനസ്സിലാക്കുകയാണ് തങ്ങളുടെ ഇടയിൽ, അതായത് കൺമണിക്കും കൃഷിനും ഇടയിലുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പോ മറ്റുമൊന്നുമല്ല, തങ്ങൾക്കിടയിലുള്ളത് ഒരു പ്രണയം എന്ന് പറയുന്ന വികാരമാണെന്ന്. അങ്ങനെ നമ്മുടെ കൃഷി തീരുമാനിക്കുകയാണ് തൻ്റെ പ്രണയിനിയായ കൺമണിയോട് സ്വന്തം പ്രണയം അങ്ങ് തുറന്നു പറയുന്നുണ്ട്. അതായത് കൃഷി കൺമണി അങ്ങ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്നലെ എപ്പിസോഡ് ഇട്ടിട്ടില്ലായിരുന്നു. കാര്യം ഞാൻ ഇന്നലെ വീഡിയോ ഒക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു, പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയില്ല. ഞാൻ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വീഡിയോസ് കിട്ടിയെന്ന് വരില്ല നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഞാൻ ഇട്ടാലും ഇതുപോലെ സീൻസ് കട്ട് ചെയ്തൊക്കെ ഇടത്തുള്ളൂ, മെയിൻ സീൻസ് മാത്രമേ ഇടത്തുള്ളൂ. കാരണം ഇവിടുന്ന് നെറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ എപ്പിസോഡിലുള്ള ഒരു സീനാണിത്. അങ്ങനെ കൺമണിയാണെങ്കിൽ നദി കണ്ടുപിടിച്ച് അവിടെ ചെന്ന് മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ആ കൃഷിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ കൃഷി ഇങ്ങനെ ഫോൺ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട് റേഞ്ച് കിട്ടുന്നുണ്ടോയെന്ന്. പക്ഷേ കിട്ടുന്നില്ല. അപ്പോൾ കൃഷി ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മളെന്തായാലും ഈ നദി കടന്ന് അക്കരെ ചെന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ കൺമണി പറയുന്നുണ്ട്, സാർ എനിക്ക് നദി കണ്ടിട്ട് നല്ല അടിയൊഴുക്കുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വഴി കൂടെ പോയാൽ പോലെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും നടക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൺമണി പറയുന്നുണ്ട്, വേണ്ട സാർ, ചിലപ്പോൾ ഇതുവഴി പോയാൽ ചിലപ്പോൾ വല്ല ഗുണ്ടകളെയും കണ്ടാലോ. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, എന്തായാലും ബാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നീട് ശരി സാറിന് കൺമണി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന മറ്റൊരു സീനാണ്. അപ്പോൾ ആ ഒരു സീനിൽ കൃഷി കൺമണി അങ്ങനെ കാണുന്നുണ്ട് ഒരു വഴി. ആ സമയത്ത് കൺമണിയടുത്തായിട്ട് കൃഷി ചോദിക്കുന്നുണ്ട്, തനിക്ക് നീന്താൻ അറിയാവുമെന്ന്. ആ സമയത്ത് കൺമണി പറയുന്നുണ്ട്, എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്ന്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീന്തിയിട്ടുള്ള പരിചയമൊക്കെ ഉള്ളെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ കൺമണി ഇങ്ങനെ നോക്കുമ്പോഴേക്കും അവിടെ ചങ്ങാടം കിടക്കുന്നത്. അങ്ങനെ കൺമണി പറയുന്നുണ്ട്, ദാ ഒരു ചങ്ങാടം കിടക്കുന്നു, നമുക്കായിട്ട് ആരോ കൊണ്ടിട്ട പോലെ ഉണ്ടല്ലേ സാർ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോയി അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് കൃഷി ഇറങ്ങുന്നുണ്ട് വെള്ളത്തിലോട്ട്. ആ സമയത്ത് കൃഷി ഇങ്ങനെ നടന്നിടന്നാണ് ആദ്യം പോണം, പിന്നീട് കൃഷി നീന്തുന്നുണ്ട്. അങ്ങനെ കൃഷി ഇങ്ങനെ ഈ ഒരു ചങ്ങാടം പിടിച്ചിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ കൃഷിന് വലിയ ഇത്രയും എനിക്ക് തോന്നുന്നു അടിയൊഴുക്കുള്ള വെള്ളമായിരിക്കും. കൃഷി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുങ്ങി പോകുന്നുണ്ട്. പിന്നെ കൃഷി ഇങ്ങനെ പൊങ്ങി വരുന്നുമുണ്ട്. ഇടയ്ക്ക് കൃഷിൻ്റെ കയ്യിൽ നിന്ന് ഈ ചങ്ങാടം അങ്ങ് വിട്ടു പോകുന്നുമുണ്ട്. അങ്ങനെയൊക്കെ കുറേ നേരം അങ്ങനെ കൃഷി കിടന്ന് നീന്താൻ അറിയാതെ പെട്ടു പോകുന്നൊക്കെ ഉണ്ട്. ശേഷമാണെങ്കിൽ കൺമണിക്ക് ആദ്യമൊന്നും മനസ്സിലാവുന്നില്ല, അതായത് കൃഷി ഇങ്ങനെ മുങ്ങി പോകണമെന്നുള്ള കാര്യം. പക്ഷെ കുറേ കഴിയുമ്പോഴത്തേക്ക് കൺമണിക്ക് മനസ്സിലാവും കൃഷി മുങ്ങി പോവുകയാണ്. കാരണം അടിയൊഴുക്കിനനുസരിച്ച് കൃഷി ആ ഒഴുക്കിൻ്റെ കൂടെ പോവുകയാണെന്ന് കൺമണിക്ക് മനസ്സിലാവും. അങ്ങനെ കൺമണി അയ്യോ കൃഷി സാർ അപകടത്തിലാണല്ലോ എന്ന് പറഞ്ഞ് കൺമണി ഒറ്റ ചാട്ടമായിരിക്കും. മുന്നും പിന്നും നോക്കാതേക്കും കൺമണി ഒറ്റ ചാട്ടനായിരുന്നു. അപ്പോൾ കൃഷി പോലും മനസ്സിൽ ഇത് വിചാരിക്കുന്നില്ല ഇപ്പോൾ കൺമണിയും കൂടെ ചാടുമെന്ന്. അങ്ങനെ കൺമണിയാണെങ്കിൽ ചാടിയതിന് ശേഷം നോക്കുമ്പോൾ കൃഷ്ണ കാണില്ല. പക്ഷേ ഇടയ്ക്ക് കൃഷി ഇങ്ങനെ ഇടയ്ക്കൊന്നും മിന്നായം പോലെ പൊങ്ങിയെന്ന് കാണും. അങ്ങനെ കൺമണി പെട്ടെന്ന് കൃഷിൻ്റെ ടീഷർട്ട് പിടിച്ച് വലിച്ച് കരയിലോട്ട് ഇടുന്നുണ്ട് കൃഷ്ണ. ആ സമയത്ത് കൃഷിൻ്റെ ബോധമൊക്കെ പോയി കുറച്ച് വെള്ളമൊക്കെ കൃഷി കുടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ കൺമണി അങ്ങ് പേടിച്ചു പോകും. അങ്ങനെ കൺമണി വയറ്റിലൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തുന്നുണ്ടെങ്കിലും വെള്ളമൊന്നും പുറത്ത് വരുന്നില്ല. അങ്ങനെ പിന്നെ അവസാനം കൺമണിയാണെങ്കിൽ കൃഷിന് ഓക്സിജൻ സപ്ലൈ കുറവാണെന്ന് മനസ്സിലായി. അപ്പോൾ കൺമണി പെട്ടെന്ന് സ്വന്തം വാ ഉപയോഗിച്ച് ഓക്സിജനൊക്കെ കൃഷിന് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി കണ്ണ് തുറക്കുന്നുണ്ട്. ഇത് കാണുന്ന കൺമണിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ കൃഷിയാണെങ്കിൽ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ കൺമണിയായിരിക്കും കാണുന്നത്. കൃഷി വിചാരിച്ച് ചത്തെന്ന്, പക്ഷേ എന്തോ ഭാഗ്യത്തിന് കൺമണി അങ്ങനെ രക്ഷിച്ച്. ശേഷം കൺമണിയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ അങ്ങ് പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് കൺമണി. ഇതാണ് കൃഷി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കൃഷി കണ്ണ് തുറന്ന് സന്തോഷത്തിൽ കൺമണി കെട്ടിപ്പിടിച്ച് സ്നേഹപ്രകടനമൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ കൺമണി പറയുന്നുണ്ട്, ഞാൻ അങ്ങ് പേടിച്ചു, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേക്കുന്ന കൃഷി പുഞ്ചിരിയോടുകൂടി കൺമണി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് കുറേ നേരം അവരങ്ങനെ കിടക്കുന്നുണ്ട്. ശേഷമാണെങ്കിൽ പിന്നീട് അവർക്ക് മനസ്സിലാവുകയാണ് ഒരാൾക്ക് എന്തെങ്കിലും പറ്റി അടുത്ത ആൾക്ക് നീറും എന്ന കാര്യം മനസ്സിലാവുകയാണ്. പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ് അവരെണീച്ച് കൃഷി പുറത്ത് വന്നതിന് ശേഷം പറയുന്നുണ്ട്, സത്യത്തിൽ ഇന്നലെ തന്നെ ഞാൻ രക്ഷപ്പെടുത്തി,
ഇന്നാണെങ്കിൽ താൻ എന്നെ രക്ഷപ്പെടുത്തി. സത്യം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ എന്തോ ഒരു വൈബുണ്ടല്ലേ, നമ്മൾ തമ്മിൽ പെർഫെക്റ്റ് മാച്ചാണെന്നൊക്കെ കൃഷി പറയുന്നുണ്ട്. ഈ സമയത്ത് സത്യം പറഞ്ഞാൽ കൺമണിയാണെങ്കിൽ കൃഷി എന്തിനി അടുത്ത് പറയുമെന്ന് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുവാണ്. എനിക്കന്ന് കൺമണിക്ക് എന്തൊക്കെയോ മനസ്സിലായെന്ന്. അപ്പോൾ കൃഷി ഇങ്ങനെ പറയുന്നുണ്ട്, താനൊന്ന് നോക്കിക്കേ, ഈ കാട്ടിൽ കിളികളുടെ കളകളാരവവും പിന്നെ അവിടെ ഇവിടെയും കുറേ മൃഗങ്ങളും എന്തൊരു ശാന്തതയാണ്, നല്ലൊരു വൈബായിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷി അങ്ങ് തുടങ്ങുവാണ് പറഞ്ഞ്, എന്നെ തനിക്ക് ഇഷ്ടമാണോ? എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണ്, എനിക്ക് ജീവനാണ് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് കൃഷി. അങ്ങനെ പ്രപ്പോസ് ചെയ്യുകയാണ് കൃഷി. ശേഷം കൺമണിയാണെങ്കിൽ ഇങ്ങനെ എന്ത് പറയണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുവാണ് കൺമണി കൃഷിനെ. പിന്നീട് കൃഷി കൺമണി കൈയൊക്കെ പിടിച്ച് പ്രപ്പോസ് ചെയ്യാണ്, വിൽ യു മാരി മീ? എനിക്ക് സത്യം പറഞ്ഞാൽ കൺമണിയെ കല്യാണം കഴിക്കാൻ 100% സമ്മതമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൺമണിയുടെ റിപ്ലൈക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുക, എനിക്കറിയാം കൺമണിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കൺമണിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് കൃഷ്ണനെ നോക്കുക. സത്യം പറഞ്ഞാൽ കൺമണി ഇതൊക്കെ ആഗ്രഹിച്ചിരുന്ന വാക്കുകളാണ് കൃഷ്ണൻ്റെ വായെന്ന് കേൾക്കാനായിട്ട്. പിന്നീട് കൺമണി പറയുന്നുണ്ട്, അതെ സാറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ അതെന്ന് ഇങ്ങനെ കൺമണി പറയുന്നുണ്ട്. ആ സമയത്തുടനെ കൃഷി പറയുന്നുണ്ട്, എനിക്കറിയാം പക്ഷിയുടെ അർത്ഥം, മാനസ, എൻ്റെ വീട്ടുകാർ അവരൊക്കെ സമ്മതിക്കുമെന്നല്ലേ, എനിക്ക് വലുത് പ്രണയമാണ്, എൻ്റെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൺമണിയാണെങ്കിൽ ഇങ്ങനെ കൃഷ്ണ നോക്കുന്നുണ്ട്. പിന്നീട് കൺമണി പറയുന്നുണ്ട്, ആയിരിക്കാം, പക്ഷേ കാര്യത്തോടെ അടുക്കുമ്പോൾ സ്നേഹമൊക്കെ രണ്ടാമതാവും, പിന്നീട് കുടുംബവും വീട്ടുകാരും മറ്റുള്ളവരൊക്കെ തന്നെ ആയിരിക്കും മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, മറ്റുള്ളവർക്കായിരുന്നെങ്കിൽ ഇതൊക്കെ ആയിരിക്കും മുന്നിൽ നിൽക്കുക, പക്ഷേ ഈ ക്രിസ് സാഗർ, അതായത് ധൈര്യമുള്ള ഈ ക്രിസ് സാഗറിന് സ്നേഹവും പ്രണയവും മാത്രമേ മുന്നിൽ നിൽക്കൂ, ബാക്കിയുള്ളതൊന്നും മുന്നിൽ നിൽക്കില്ലെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ കൺമണി ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നീട് കൃഷി പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മറ്റുള്ള പക്ഷിയൊന്നും കൺമണി നോക്കേണ്ട ആവശ്യമില്ല, നമ്മളും നമ്മുടെ സ്നേഹവും, എനിക്കത് കൺമണിയുണ്ട്, കൺമണിക്ക് ഞാനുണ്ട്, ഇതൊക്കെ മതി നമുക്ക് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോയി കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കൺമണിക്ക് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ കൺമണിയും ചിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കൃഷി കെട്ടിയതായാലും കൺമണിയുടെ കഴുത്തിയുണ്ട്, പക്ഷേ അതിപ്പോൾ കാണിക്കുന്നില്ല, അതെന്താണെന്നറിയില്ല. സത്യം പറഞ്ഞാൽ ഈ സീനിൽ അത് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നേനെ. പിന്നീടാണെങ്കിൽ അവരിങ്ങനെ കണ്ണി നോക്കി പ്രണയം പങ്കിടുന്ന കാണിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്ന ഒരു പാട്ടാണ്, പവിഴമഴ എന്ന് പറയുന്ന ആ പാട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഇവർ നടന്നു പോകുന്ന സമയത്ത് മറ്റൊരു സീനാണ് കാണിക്കുന്നത്. ആ സീനിലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ തേൻ എടുക്കാനായിട്ട് ഒരു ആളാണെങ്കിൽ ഇങ്ങനെ തേൻ്റെ ആ ഒരു കുപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി നിൽക്കുമായിരിക്കും. അങ്ങനെ പുള്ളി കുറച്ച് തേനൊക്കെ ശേഖരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഇവർ ചെല്ലുന്നത്. ആ സമയത്ത് ഇവരാണെങ്കിൽ ആ പുള്ളിയെ താഴെ ഇറക്കി പുള്ളിയുടെ കയ്യിൽ നിന്ന് ആ തേൻ കുപ്പിയൊക്കെ മേടിച്ച് കുടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു മധുരം എന്ന നിലയിലായിരിക്കണം, കാരണം ഇപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ ഒരു കേക്കൊക്കെ മുറിച്ചാനെ. പിന്നീട് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവർ ആ ഒരു പുള്ളിയുടെ അടുത്തായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവിടുന്ന് എത്ര ദൂരം നടന്ന വഴി എന്നല്ലായിരിക്കണം ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓഫ്ലൈനാണ്, അതൊന്നും ഇങ്ങനെ പറയുന്നില്ല എന്താണ് അവർ പറയുന്നതെന്നുള്ള കാര്യം. അങ്ങനെ അവർ പിന്നീട് നടക്കുമ്പോൾ കൺമണി ഇങ്ങനെ ഒരു പേരയ്ക്ക എവിടെ നിൽക്കുന്ന കാണിക്കും. അപ്പോൾ കൃഷി തോട്ടം എടുത്തുകൊണ്ട് പോയി ആ പേരയ്ക്കൊക്കെ എടുത്ത് അടുത്ത് ഭയങ്കര ചിയേഴ്സ് എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് കഴിക്കുന്നത്. അവരിങ്ങനെ കഴിച്ച് പോകുന്ന സമയത്തായിരിക്കും കൃഷിൻ്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അങ്ങനെ കൃഷി മനസ്സിലാക്കുവാണ് ഫോണിന് റേഞ്ച് ആയെന്നുള്ള കാര്യം. അങ്ങനെ കൃഷി ഫോൺ എടുത്ത് നോക്കുമ്പോൾ റേഞ്ച് ഉണ്ട്. എന്നിട്ട് മഹിയുടെ കോളായിരിക്കും ആദ്യം വരുന്നത്. അങ്ങനെ മഹി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നിങ്ങളിപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, ഞങ്ങൾക്കിപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ സേഫാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കൃഷി പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ കാട്ടിൻ്റെ ഏതോ ഒരു വശത്താണ്, അതെവിടെയാണെന്നൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ മഹി പറയുന്നുണ്ട്, നീ ആ ലൊക്കേഷൻ ഇങ്ങനെ അയച്ചു തരാൻ പറയുന്നുണ്ട്. അങ്ങനെ കൃഷി ആണെങ്കിൽ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് മഹി ഒരിക്കൽ കൂടെ ചോദിക്കുന്നുണ്ട്, കൺമണിയൊക്കെ ഓക്കെ അല്ലേടാ എന്ന്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, ആ കൺമണിക്കും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിപ്പോൾ സേഫാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്തതിന് ശേഷം കൃഷി ആണെങ്കിൽ ലൊക്കേഷൻ അയക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ വേറൊരു സീനാണ്. ആ സീനിൽ കൃഷി ആണെങ്കിൽ ആരെയും നോക്കി നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മഹിയാണെന്ന്, അത് കഴിഞ്ഞ് വേറെ ആരെങ്കിലും ആണെന്ന് അടുത്ത എപ്പിസോഡിൽ അറിയും. എനിക്ക് തോന്നുന്നു നാളത്തെ എപ്പിസോഡിൽ കൃഷി കൺമണിയും തിരിച്ച് നാട്ടിലെത്തുമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.